ദേശീയപാത കുമ്പളയിൽ ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധമുണ്ട് എന്ന് നമ്മൾ രാവിലെ പറഞ്ഞതാണ്. പ്രതിഷേധ മാർച്ചൊക്കെ ഉണ്ടായിരുന്നു. അതിലാണിപ്പോൾ സംഘർഷം ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. തത്സമയം സാരംഗ് സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാരംഗ്, സംഘർഷത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? പൂജ, ഇപ്പോൾ മണിക്കൂറുകളോളം ദേശീയപാതയിലെ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുന്ന ഒരു രീതിയിലേക്ക് ഉണ്ടാവുന്ന ഒരു പ്രയാസം ഇവിടെ ഉണ്ടായിരുന്നു. അതേ തുടർന്ന് ഒരു സമവായ ചർച്ച എന്നുള്ള രീതിയിലൊക്കെ തന്നെ ചർച്ചകൾ നടന്നെങ്കിലും അത് പൂർണ്ണമായി അലസി പിരിയുകയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ സമരത്തിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട പ്രവർത്തകരെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുന്നത്. MLA അടക്കമുള്ള ആളുകൾ ഇപ്പോഴും അറസ്റ്റിനെ ചെറുത്തു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സമര രംഗത്തിട്ട് ഒട്ടേറെ ചെറുപ്പക്കാരെ അടക്കം ഇപ്പോൾ പോലീസ് ജീപ്പുകളിലേക്കും പോലീസ് ബസ്സിലേക്കും നീക്കിയിട്ടുണ്ട്. ഇനിയും ഉപരോധ സമരം തുടർന്നു പോകാൻ തന്നെയാണ് സമരം. അധിക നേരം ഈ രീതിയിൽ പൂർണ്ണമായും ദേശീയപാത അടച്ചിട്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പരമാവധി പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനാണ് തീരുമാനം. യാതൊരു തരത്തിലുള്ള ചർച്ചകൾക്കും ഇനി യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് തന്നെയാണ് ഈ സമരസമിതി പ്രവർത്തകർ പറയുന്നത്. എന്നാൽ പോലീസിന് ഇനി ഈ രീതിയിലുള്ള ഒരു നടപടി എടുക്കാതെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ശരി സാരംഗ്, അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ടോൾ പിരിവുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധത്തിലേക്ക് പോലും കാര്യങ്ങൾ പോകുന്നത്. തത്സമയ ദൃശ്യങ്ങൾ. പ്രതിഷേധം തുടരുകയാണ്. അപ്പോൾ ഇന്നു മുതൽ ടോൾ പിരിക്കാനുള്ള നീക്കമായിരുന്നു വന്നിരുന്നത്. പക്ഷേ അതിനെതിരെയാണ് ഇപ്പോൾ സമരം വരുന്നത്. 2 ടോളുകൾക്കിടയിൽ 25 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. അപ്പോൾ അത് ടോൾ പിരിക്കുക ദേശീയപാതയുടെ ചട്ടപ്രകാരം അങ്ങനെ ടോൾ പിരിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ അവിടെ ടോൾ പിരിവ് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനമാവുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് കേസ് ഇപ്പോഴും കോടതിയിൽ നിൽക്കുകയാണ്. കോടതിയുടെ അനുമതിയോട് കൂടിയല്ല ഇങ്ങനെ ഒരു തീരുമാനം അവിടെ നടപ്പിലാക്കാൻ വേണ്ടി പോയത്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. സാരംഗ്, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. മുൻപ് പലതവണ നീക്കം ഉണ്ടായപ്പോഴും ഇതേ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. അങ്ങനെ ടോൾ പിരിവ് പലപ്പോഴും നിർത്തിവെച്ചിട്ടുള്ളതാണ്. കോടതിയുടെ പരിഗണനയിൽ കാര്യങ്ങൾ ഇരിക്കുന്നതേ ഉള്ളൂ. എന്നിട്ടും ഈ പിരിവ് നടത്താനുള്ള നീക്കം സ്വാഭാവികമായിട്ടും സംഘർഷത്തിലേക്ക് സമരത്തിലേക്ക് പോവുക തന്നെ ചെയ്യും. പക്ഷെ ഇവിടെ ഇപ്പോൾ പോലീസ് നടപടി വരെ ഉണ്ടാവുകയാണല്ലേ? അത് തീർച്ചയായും പൂജ, ഇപ്പോൾ വലിയ പോലീസ് നടപടികളിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. വലിയ പോലീസ് സന്നാഹം തന്നെയാണ് ഈ സമരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നൊക്കെ തന്നെ പോലീസിനോട് ടോൾ ബൂത്തിന് വലിയ രീതിയിലുള്ള സംരക്ഷണം നൽകണമെന്നുള്ള നിർദ്ദേശം ലഭിച്ചിരുന്നു. കാരണം MLA അടക്കം പരസ്യമായ സമൂഹ മാധ്യമങ്ങളിലൂടെ ഏതെങ്കിലും തരത്തിൽ ഇവിടെ ടോൾ പിരിക്കുകയാണെങ്കിൽ ടോൾ ബൂത്തുകളടക്കം കുമ്പളയിലെ ജനങ്ങൾ അടിച്ചു തകർക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന്റെ ഭാഗമായാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് വലിയ പോലീസ് സന്നാഹം ഇവിടെ എത്തിയത്. 4 DYSPമാരുടെ നേതൃത്വത്തിലാണ് 425ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത്. ഇപ്പോൾ ഒരു ബസ്സിൽ നിറച്ചും പ്രവർത്തകരുമായി ഇപ്പോൾ AR ക്യാമ്പിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയും നിരവധി പ്രവർത്തകർ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട MLA അടക്കമുള്ള ആളുകൾ ഇപ്പോഴും ഇവിടെ നിൽക്കുകയാണ്.